ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴയാണ് കേട്ടോ. കുളത്തൂപ്പുഴ കല്ലടയാറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. കല്ലടയാറെന്ന് പറയുമ്പോൾ ഡേഞ്ചർ ഒരു സ്ഥലമാണ് കേട്ടോ. ഫുള്ള് പാറയൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടൊരു ആറാണിത്. നമ്മുടെ ഈ കുളത്തൂപ്പുഴ അമ്പലത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ആറാണിത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് വീതിയും കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. ഈ ആറ്റിനകത്ത് കുറേ പാറയും മലയും കുന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് ആരും അങ്ങനെ ഇറങ്ങരുത്, മൊത്തം പാറയാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് കട്ടളപ്പാറ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിലോട്ടാണ്. അപ്പം നമുക്കൊരു 5-6 കിലോമീറ്റർ ഫോറസ്റ്റ് വഴി ഇങ്ങനെ കാട്ടിൻ്റെ വൈബ് ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണ്. ഞാൻ നേരത്തെ വന്ന് ഇറങ്ങി നിന്ന് ആറാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ മുകളിൽ കയറി നമ്മൾ ഇതുവഴിയാണ് കട്ടളപ്പാറയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വീടുകളൊക്കെ. നമ്മൾ ഈ പണ്ട് കാലത്ത് ശ്രീലങ്കയിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ കട്ടളപ്പാറയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് കട്ടളപ്പാറ എത്ര കിലോമീറ്ററാണെന്നുള്ളത്. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. മഴക്കോളൊക്കെ അങ്ങ് മാറി നല്ല വെയിലുണ്ട്. ആറ്റിൽ പറയത്തക്ക വെള്ളമൊന്നുമില്ല, എന്നാലും വെള്ളമുണ്ട്. അവിടെ നല്ല വെള്ളമുണ്ട്. നമ്മൾ പോയി നിന്ന സ്ഥലത്ത് ഇങ്ങോട്ട് കുറച്ചൊക്കെ വെള്ളം തോന്നുന്നു. പാലത്തിൻ്റെ താഴത്ത് നമുക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നല്ല താഴ്ചയുള്ള ഒരു പാലം, നല്ല ഹൈറ്റിലുള്ള ഒരു പാലമാണ് കേട്ടോ. സംഭവം അടിപൊളി കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഇവിടെ താഴെ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അവിടെ തന്നെ പാറക്കൂട്ടൊന്നും വലുതായിട്ടില്ല, കുറച്ച് അങ്ങോട്ടൊക്കെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നതാണ്, നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഇനി ഉള്ളിലോട്ട് മൊത്തം ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല കാഴ്ചകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിന്നിപ്പോൾ കട്ടളപ്പാറയിലേക്കാണ് പോകുന്നത്. ഇവിടെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ ഒരു 5 കിലോമീറ്ററാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5 കിലോമീറ്റർ നേരെ ഫുള്ള് ഫോറസ്റ്റാണ്. നല്ല രസമായിരിക്കും കാണാൻ, നല്ല പച്ചപ്പൊക്കെ പറഞ്ഞാൽ മനോഹരമായ കാഴ്ചയായിരിക്കും. അപ്പോൾ കട്ടളപ്പാറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കട്ടളപ്പാറയിലോട്ട് അങ്ങനെ കയറി നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്താ മരവിടെ ഇത്, ഭയങ്കര വലുപ്പമുള്ള മരങ്ങളാണ് കേട്ടോ. ഇവിടെ മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ സൈഡിലുള്ള ഈ കാടുകളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ, പോച്ചയും കാടുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി കാഴ്ചയാണ്, നല്ല രസമുണ്ട് കാണാൻ. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. ഓക്കെ, സൈഡിൽ നമ്മുടെ നേരത്തെ കണ്ട ആറ് കൂടാതെ ഇവിടെ ചെറിയൊരു അരുവി സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററാണ് ഈ കാട്ടിനകത്തൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ അപ്പുറത്തോട്ട് എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. എന്തായാലും നമുക്കവിടെ പോയി നോക്കാം. ഞാൻ ഒരു വേനൽക്കാലത്ത് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇപ്പം നല്ല കൂളിങ്ങാണ് കേട്ടോ, നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ കേട്ടോ. പച്ചപ്പൊക്കെ നിറഞ്ഞ് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പണിമുടക്കം ആയപ്പോഴത്തേക്ക് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങ് തോന്നി എന്തായാലും കുളത്തൂപ്പുഴയൊക്കെ ഇന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഇറങ്ങിയതാണ് ഇന്ന് പ്ലാനൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10:30 മണി കഴിഞ്ഞ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. റൂട്ട് അധികം ആരും വന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപൂർവമായിട്ട് 1-2 വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. കൂടുതലാരും വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. സംഭവം അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വലിയ ആരും ഇല്ലെന്നേ, ഞാൻ മാത്രമേ ഉള്ളൂ ഈ റൂട്ട്, വേറെ ഒരു മനുഷ്യരും ഇല്ല. അപ്പോൾ അടിപൊളി ഒരു ഫോറസ്റ്റാണ്, നല്ല സൗണ്ടാണ് കേട്ടോ. പുറത്തൊക്കെ നല്ല ചില്ലൂറിൻ്റെ ഈ കാട്ടിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടാണ് ഫുള്ള് പുറത്തൊക്കെ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇരുട്ടടച്ചണക്ക് കിടക്കുകയാണ് ഇവിടെയൊക്കെ. നല്ല തണുപ്പുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക്. ഇതാണ് കാട്, അടിപൊളി കാട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് കാണും. റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഇതുണ്ടോ, നല്ല തിക്ക് ഫോറസ്റ്റാണ്, നിങ്ങൾ കാണുന്നുണ്ടോ? അടിപൊളിയല്ലേ? നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയി കട്ടളപ്പാറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനൊന്നും അല്ല, അവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു. നമുക്ക് പോകാൻ അനുമതി. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല തിക്ക് ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു.
അവിടെ 2-3 വണ്ടികൾ കിടക്കുന്നു. എന്തോ സംഭവം എന്നറിയാൻ വയ്യ. മറ്റേ മീൻ വണ്ടി ഉണ്ടല്ലോ, അങ്ങനെ 2-3 മീൻ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നു. അടിപൊളി ഫോറസ്റ്റ് അല്ലേ? അടിപൊളി ഫോറസ്റ്റാണ്, അടിപൊളിയാണ്, നല്ല രസമാണ്. നമുക്കിവിടെ വരാൻ എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിവിടെ നേരെ നമുക്ക് 5 കിലോമീറ്റർ നേരെ ഉള്ളിലോട്ട് ഇങ്ങനെ ബൈക്കിലോ കാറിലോ ഒക്കെ വരാൻ പറ്റും. അടിപൊളി നല്ല കൂളിംഗ് ആണ് കേട്ടോ. മഴ സമയത്തൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ പണിമുടക്കായപ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരാനും റോഡിലൊന്നും തിരക്കുമില്ല, ഹോണടിയില്ല, ഒന്നുമില്ല. ഇട്ടിഞ്ഞ് വരാം നമുക്ക് വണ്ടി. എണ്ണ അടിച്ച് വെച്ചിരുന്നാൽ മതി. തലേന്ന് ഞാൻ കുറച്ച് എണ്ണയൊക്കെ അടിച്ച് വണ്ടിയിലാക്കി. എന്തായാലും രാവിലെ വന്ന് നമ്മൾ ഒരു പമ്പും തുറന്നിട്ടില്ല രാവിലെ. ഇന്നലെ എണ്ണ അടിച്ച് വെച്ചത് കൊണ്ട് നമ്മൾ നേരത്തെ വണ്ടി എടുത്തുകൊണ്ട് ഇനി പോരുന്നു. രാവിലെ പിന്നെ താമസിച്ചെന്ന് വെച്ചാൽ മൊബൈലിലൊന്നും ചാർജൊന്നും ഇല്ലായിരുന്നു. ചാർജൊന്നും ഇല്ലാതെ പിന്നെ അത് കുത്തിയിട്ട് വന്നപ്പോൾ ഒരു സമയമല്ലേ, രാവിലെ ഇറങ്ങിയേനെ. ഞാൻ നേരെ വാഗമണ്ണൊക്കെ പോകാനായിട്ട് നിന്നതാണ്. പിന്നെ അരിച്ച് ഇത്രയും സമയമായതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചത്. ഇവിടെയൊക്കെ ആനപ്പിണ്ടം കിടപ്പുണ്ട് കേട്ടോ റോഡിലൊക്കെ. നല്ല തണുപ്പ്. നമ്മളിപ്പോൾ വന്നതിനേക്കാളും നല്ല കൂളിങ്. ഇച്ചിരി കുറച്ച് ഉള്ളിലോട്ട് കയറിയപ്പം കേട്ടോ. താഴെ ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് നല്ല തിക്ക് ഫോറസ്റ്റാണെന്ന്, നല്ല അടിപൊളി ഫോറസ്റ്റ്. ഇവിടെ മരങ്ങളൊക്കെ വീണ് ഇങ്ങനെ ഒടിഞ്ഞ് കിടപ്പുണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ. അവർ ഫോറസ്റ്റുകാർ മുറിച്ച് മാറ്റിയിട്ടിരിക്കുന്നത്. ഞാൻ ഈ കട്ടളപ്പാറയുടെ വീഡിയോ വേറെ അവിടെ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. 1-2 വീഡിയോ കണ്ടിട്ടില്ല. കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടില്ല ഇത്. പക്ഷേ അടിപൊളിയൊരു സ്ഥലമാണ്. നമുക്കൊരു 5 കിലോമീറ്റർ ഇങ്ങനെ കാട്ടിനകത്തുകൂടെ നല്ല അടിപൊളി തണുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കാലാവസ്ഥ. ഭാഗ്യമുണ്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കാടാണ് കേട്ടോ. അപ്പോൾ ഈ മൃഗങ്ങളുള്ളത് കൊണ്ടാണ് ഇവർ ഈ സൈഡിലൊക്കെ ഈ കാടുകൾ പോച്ചകളൊക്കെ ചെത്തി വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും നിന്നാൽ കാണാൻ പറ്റും, ദൂരെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ. ഞാൻ വലിയ സ്പീഡിലൊന്നും പോകുന്നില്ല. സ്പീഡിൽ പോയാൽ നമുക്ക് കാഴ്ചകളൊക്കെ കിട്ടത്തില്ലെന്നേ. നമുക്ക് പതുക്കെ പോകാം. ഞാനിപ്പോൾ ഒരു 20-22 അങ്ങനെയൊക്കെ പോണതാണ്. ഇതുവരെ ഒരു മനുഷ്യനെ ഒരു വണ്ടി നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഇവിടെ ഈ ആദിവാസികളൊക്കെ കാണുമായിരിക്കും. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആദിവാസി കോളനിയൊക്കെ കാണുമായിരിക്കും. ഇതിലെ വേറെ വണ്ടികളൊന്നും വരുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ഈ ഉള്ളോട്ടൊക്കെ നല്ല തിക്ക് ഫോറസ്റ്റാണ് കേട്ടോ, അടിപൊളി ഫോറസ്റ്റാണ്. അന്ന് ഉണക്കത്ത് വന്നപ്പോൾ ഇത്രയും ഒരു തണുപ്പൊന്നും നമുക്ക് കിട്ടിയില്ല. ഇത്രയും നല്ല പച്ചപ്പുമില്ല, എല്ലാം വരണ്ട് ഉണങ്ങി കണക്ക് കിടന്നത്. ഈ തേക്കിനകത്തൊന്നും അന്ന് ഇലകളില്ലായിരുന്നു. തേക്ക് മരങ്ങളിലൊക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി കണക്ക് ഇന്നത്. ഇപ്പോൾ വന്നപ്പോൾ നല്ല പച്ചപ്പുണ്ട്, നല്ല കാട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഇവിടെ കുറച്ച് തടിയൊക്കെ ഈ തേക്കിൻ്റെ തടികളൊക്കെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ലേലത്തിലൊക്കെ കൊടുക്കാനായിരിക്കും. ഫോറസ്റ്റിൻ്റെ ആണ്. ഫുള്ള് ഇതാണൊക്കെ തേക്കും തടികളൊക്കെയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു തടികൾ, അത്യാവശ്യം ചെറിയ തടികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സൈഡിലെല്ലാം ഈ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ഒരുപാട് തേക്ക് മരങ്ങളും പിഴുത് വീണ് കിടപ്പുണ്ട്. കണ്ട സൈഡിലൊക്കെ മരങ്ങൾ വീണ് കിടപ്പുണ്ട്. വലിയ വലിയ മരങ്ങളാണെന്ന്. കട്ടളപ്പാറ എന്ന് പറയുന്ന പാറയാണ് ആ കാണുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം ഈ വൈദ്യുതി വേലി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ കട്ടള കണക്ക് ഇങ്ങനെ മൂന്നായിട്ട് കൊത്തി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് അതാണ് സംഭവം. ഇവിടെ നല്ല വെയിലടിക്കുന്നത് കൊണ്ടേ എന്തോ അറിയാൻ വയ്യ, കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ വഴിയാണ് നമ്മളങ്ങോട്ട് പോകണത്. ബൈക്ക് പോവാം, പക്ഷേ എനിക്കറിയത്തില്ല. നമ്മളിനി ബൈക്ക് അതിക്രമിച്ച് കയറ്റിയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ബൈക്കെല്ലാം അവിടെ വെച്ചിട്ട് പതുക്കെ നടന്നു വന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരികെ പോകാമല്ലോ. അപ്പോൾ നമ്മുടെ തെന്മല ഡാമിൻ്റെ റിസർവയറൊക്കെയാണ് അപ്പുറത്തോട്ട് കാണുന്നത്. നമുക്ക് റോസ്മലയിൽ നിന്ന് കാണുന്ന ആ വ്യൂ ഒക്കെ കിട്ടുന്നത് ആ ഭാഗത്തോട്ടാണ്. കാട്ടുകോഴികൾ കേട്ടോ. ഇതിനകത്ത് ഭയങ്കര സൗണ്ട്. കണ്ടോ, ഭയങ്കര സൗണ്ട് ഇതിനകത്ത്. മൊത്തം ഈ കാട്ടുകോഴികളും അതും ഇതൊക്കെ. ഭയങ്കര തിക്ക് ഫോറസ്റ്റാണെന്നതാ. ഇത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റത്തില്ല. അങ്ങ് അപ്പുറത്തോട്ടാണ് നമ്മൾ ആ റിസർവറൊക്കെ കാണുന്നത്. താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ. നമുക്ക് അത്രയും ദൂരം നടന്നു പോകണ റിസ്ക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് എടുത്തിട്ട് പോകാൻ നോക്കാം. 100 രൂപ ചോദിക്കുക ചിലപ്പോൾ. അപ്പം ഞാൻ അവിടെ ഒരു വണ്ടിയിലൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞ് അങ്ങോട്ട് ചെക്ക് പോസ്റ്റാണ്, അങ്ങോട്ട് വിടുമെന്ന് അറിയത്തില്ല. പിന്നെ ഇങ്ങോട്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ് അവിടെ ജൂക്കാലിയൊക്കെ മുറിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് കയറി പോവാം. അവിടെ നിന്ന് 2-3 പേര് പോയത് കണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ബൈക്കിൽ 2 പേര് പോയത്. അപ്പോൾ അവർ ഇങ്ങോട്ട് ഇറങ്ങിയാൽ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കാമല്ലോ, അവിടം വരെ പോയി നടന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഫെൻസിങ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ആയി സുഹൃത്തുക്കളെ, ഞാനങ്ങനെ കട്ടളപ്പാറയിലോട്ട് പോയി കേട്ടോ. കട്ടളപ്പാറയിലോട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് ആ കണ്ട അങ്ങോട്ടുള്ള റോഡിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ആനയും ഈ മൃഗങ്ങളും ഒക്കെയുള്ള ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല. നമ്മൾ ബൈക്കിലും വിടത്തില്ല, നമ്മളെ സ്വകാര്യ കാറിലും ഒന്നും അവർ വിടത്തില്ല. പ്രത്യേകിച്ച് അനുമതി വാങ്ങിച്ചിട്ടൊക്കെ നമ്മളെ വലിയ വണ്ടിയിൽ, ടാക്സി കണക്കുള്ള വണ്ടിയിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് ബൈക്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനെന്തായാലും അവിടെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നത്. എനിക്കൊരു സംശയം കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് കയറി പോകാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ നേരെ പോകുന്ന റൂട്ടെന്ന് പറയുമ്പോൾ ഒരു കല്ലാറെന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതായത് പൊന്മുടി കല്ലാറല്ല, ഇവിടെ ഒരു കല്ലാറുണ്ട്. ഈ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു കല്ലാറെന്ന് പറയുന്ന ഒരു ആദിവാസിയൊക്കെ കോളനിയാന്ന് തോന്നുന്നു. അവിടെ ഒരു കല്ലാറുണ്ട്. അപ്പം ആ റൂട്ട് പോകുന്ന ഒരു വഴിയാണത്. അപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടത്തില്ല അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടം വരെ ഉള്ളു. ഞാൻ പറഞ്ഞ കണക്ക് 5 കിലോമീറ്റർ നമുക്ക് ഈ കട്ടളപ്പാറ വരെ വരാൻ പറ്റത്തുള്ളൂ.